കുറച്ച് ദിവസമായി വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്തിട്ട് ഒത്തിരി വിഷമകരമായ ഒരു സംഭവം കൂടി നടന്നു. ഞങ്ങളുടെ ഡാഡി ഞങ്ങളെ വിട്ടുപോയി. എൻ്റെ ഹസ്ബൻഡിൻ്റെ ഡാഡിയാണേ. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ 2 ഡാഡിമാരെയും എനിക്ക് 2 മാസത്തിനുള്ളിൽ നഷ്ടമായി കഴിഞ്ഞു. ഞങ്ങളുടെ ഈ തറവാട് ഒരുപാട് വർഷത്തെ പഴക്കമുള്ളതാണ്. ഡാഡിയുടെ ചെറുപ്പകാലം മുതൽ അവർ ജീവിക്കുന്ന തറവാടാണിത്. ഞാൻ കല്യാണം കഴിച്ചു വരുമ്പം എന്നെ കൂടുതലായിട്ട് ആകർഷിച്ചിരുന്നത് ഇവിടുത്തെ ചെടികൾ തന്നെയാണ്. ഡാഡിയാണ് അത് മെയിനായിട്ട് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്. ഈ വീടിന് സൈഡിൽ കൂടി ഒരു എൻട്രൻസ് ഉണ്ട്. അതിലൂടെ നമ്മൾ കയറുമ്പോൾ തന്നെ ഡാഡി ഇരിക്കുന്ന റൂമാണ്. ഡാഡി എപ്പോഴും ഈ ചാരുകസേരയിൽ ഇവിടെ ഉണ്ടാവും. ഏത് സമയത്ത് ചെന്നാലും ഡാഡി ഈ ചാരുകസേരയിൽ കാണാം. ഈ ചാരുകസേരയിൽ കിടന്നുകൊണ്ട് തന്നെയാണ് ഡാഡി മരിച്ചത്. അത് തന്നെയല്ല, ഇതേ ചാരുകസേരയിൽ കിടന്നിട്ടാണ് ഡാഡിയുടെ ഫാദർ മരിച്ചത്. ചെടികളും പൂവുകളും അതുപോലെ തന്നെ പച്ചക്കറി കൃഷിയും ഒക്കെ ഡാഡിക്ക് പ്രിയപ്പെട്ടത് തന്നെയായിരുന്നു. ഡാഡി നട്ട് വളർത്തിയ ചെടിയിലെ പൂക്കൾ തന്നെയാണിത്. ഇത് ഡാഡി പോയതിൻ്റെ അന്ന് ഞങ്ങൾ കട്ട് ചെയ്ത് വെച്ചിരുന്നതാണ്. ഡാഡി ഉപയോഗിച്ചിരുന്ന സ്കൂട്ടറാണിത്. സുഖമില്ലാതായതിനു ശേഷം ഈ സ്കൂട്ടർ എടുക്കാൻ പറ്റാത്തതിൽ ഡാഡിക്ക് ഭയങ്കര വിഷമവുമായിരുന്നു. ഡാഡിക്ക് സുഖമില്ലാതായതിനു ശേഷം മമ്മിയാണ് ചെടികളൊക്കെ നോക്കിയിരുന്നത്. എൻ്റെ വീഡിയോസൊക്കെ കാണുന്നവർക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു മോന് UP പോയ കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെ. അത് കാരണം ഡാഡി മരിച്ചപ്പോൾ അവനില്ലായിരുന്നു. അവനെ കൊണ്ടുവരാൻ ഞങ്ങൾ പരമാവധി ശ്രമിച്ചതാണ്. പക്ഷേ അവർ താമസിക്കുന്നിടത്തു നിന്ന് എയർപോർട്ട് വളരെ ദൂരത്തിലും പിന്നെ 2 ഫ്ലൈറ്റ് കയറി വേണം അവന് വരാനും. അത് കാരണം അവനെ അറിയിക്കേണ്ടെന്ന് ഞാൻ സാറിനോട് പറഞ്ഞിരുന്നു. അങ്ങനെ ഡാഡിയുടെ അടക്കമൊക്കെ കഴിഞ്ഞ് 7ൻ്റെ അന്നാണ് അവൻ നാട്ടിൽ വരുന്നത്. വന്നു കഴിഞ്ഞപ്പോഴാണ് അവൻ ആ ന്യൂസ് അറിയുന്നതും. അവൻ ആകെ ഷോക്കായിപ്പോയി. പോകുന്നതിന്റെ തലേന്ന് ഡാഡിയുടെ യാത്ര ചോദിച്ചിട്ട് പോയതാണ് അവൻ. അവന്റെ മനസ്സിൽ ഡാഡി എന്നും ജീവനോട് തന്നെ ഇരിക്കട്ടെ എന്ന് ഞങ്ങളും ആശ്വസിക്കുന്നു.